ശാരീരിക പരിമിതികളുള്ള ഒരു വ്യക്തിയെ ആ വിഷയം വെച്ചിട്ട് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അതിനേക്കാൾ മോശപരമായ ഒരു പ്രവൃത്തി വേറല്ല കേട്ടോ. തന്നെ അത്തരത്തിൽ അധിക്ഷേപിച്ച ഒരു വ്യക്തിയെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് കാണാൻ പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെയാണ് ഈ കയറി ചെല്ലുമ്പോൾ എത്തരത്തിലായിരിക്കും പെരുമാറുക. അദ്ദേഹം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഇനി ഒരിക്കലും ഈ പ്രവൃത്തി തുടരരുത്, എന്നെ അധിക്ഷേപിച്ചത് കുഴപ്പമില്ല, മറ്റൊരാളെയും ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന സ്നേഹത്തോടെ ഉപദേശിക്കുകയും ശേഷം എനിക്ക് കേസൊന്നുമില്ല എന്ന് സ്റ്റേഷനിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിരിയുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA ഇതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ ഈ പ്രവൃത്തിക്ക് ശേഷം അധിക്ഷേപിച്ച വ്യക്തി തന്നെ വിളിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. ഞാൻ അപ്പം തന്നെ ക്ഷമിച്ചതാണ്, പിന്നെ പോലീസുകാരുടെ നിർബന്ധത്തിന് വേണ്ടി വ്യക്തിയെ കാണാൻ ആശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ച് സ്റ്റേഷനിൽ വരികയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഈ MLA പല സമയത്തും നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയാണ് ഇദ്ദേഹം ഒരു കുട്ടികളുടെ കട ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ എൻ്റെ വാളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഉദാഹരണമാണ് ഈ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. ഇത് സ്റ്റേഷനിൽ വെച്ചിട്ട് വല്ല അടിയോ വീഡിയോ ഒക്കെ ആയിരുന്നെങ്കിൽ വാർത്തെടുക്കാനോ ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് മാധ്യമമുണ്ട്. ഇതൊരു നല്ല പ്രവൃത്തിയാനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ഷെയർ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇത്ര നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട ഷെയർ ചെയ്യേണ്ടത്. ഇതുപോലത്തെ വീഡിയോ വീണ്ടും നിങ്ങളിലേക്ക് നമ്മളെ കുഞ്ഞു പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.